ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളേജ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും കമൻറ്റ് സെക്ഷനിൽ വന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും ഏറെ ക്യൂരിയോസിറ്റിയോടെയും വളരെയധികം വെയിറ്റിങ്ങോടെയും ഏപ്രിൽ 16 ലിസ്റ്റ് ആവാൻ പോകുന്ന പൗസിൻ്റെ കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, പൗസ് ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വൗച്ചർ ഇല്ലെങ്കിൽ ഒരു NFT ഇല്ലെങ്കിൽ ഒരു ടോക്കൺ അലോക്കേഷൻ അവരെന്ത് ചെയ്യുന്നുണ്ട്, തരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വൗച്ചറിലേക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡയമണ്ട് പൗസിലേക്ക് നമുക്ക് എങ്ങനെയാണ് എലിജിബിൾ ആവുക എന്നുള്ളൊരു കാര്യം ഞാൻ പറയുന്നുണ്ട്. അതോടൊപ്പം സാധാരണക്കാരായ ആൾക്കാർ ഇല്ലെങ്കിൽ ഒരു ബിഗിനേഴ്സിന് കുറേ അധികം ഡൗട്ടുകളാണ്. ഞാൻ ഇനി ബൈബിറ്റിക്ക് ചെയ്തല്ലോ, ബിറ്റ്ഗെറ്റിക്ക് ചെയ്തല്ലോ, ഇനി ഞാൻ ഗ്യാസ് ഫീ കൊടുക്കണം, അങ്ങനെ ആയിട്ടുള്ള ചെറിയ ചെറിയ സില്ലി ഡൗട്ടുകളാണ്. പക്ഷെ അത് ആസ് എ ബിഗിനർ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അതൊക്കെ അവർക്ക് എന്താണ്, ഇതൊരു പുതിയ കാര്യമാണല്ലോ. അപ്പോൾ എന്തായാലും അവർക്ക് അതൊക്കെ വലിയ ഡൗട്ടുകളായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷനും ഞാൻ എന്ത് തരാം ഇന്ന് തരുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ AIX വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ പറ്റി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആൾറെഡി തന്നെ ഞാൻ നിങ്ങളോട് വീഡിയോ ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രധാന അപ്ഡേറ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. അതിൽ മേജറായിട്ടുള്ള എങ്ങനെ പറയാം, അതിൻ്റെ അത്രത്തോളം പൊട്ടൻഷ്യൽ കാണിക്കുന്നതും അതേപോലെ തന്നെ നമുക്ക് റീസെൻ്റ്ലി അതിലിടുന്ന ഫണ്ടുകളൊന്നും ഒരിക്കലും എവിടെയും പോവില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ ഒരു പൗസിൻ്റെ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പൗസിൽ ഏറ്റവും റീസെൻ്റ്ലി വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കിവിടെ ഒരു വൗച്ചർ വാങ്ങാം. നിങ്ങളൊരു NFT 10 ഹോൾഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നമുക്കൊരു ഡയമണ്ട് പൗസ് അലോക്കേഷനിൽ നമ്മൾ എലിജിബിൾ ആവും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാം. എ സ്പെഷ്യൽ പീസ് ഓഫ് സപ്ലൈ ഹാസ് ബീൻ സെറ്റ് അസൈഡ് ഫോർ ദ ഡയമണ്ട് പൗസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദ ഡയമണ്ട് ബോണസ് വിൽ ബി ഡ്രോപ്ഡ് ഓൺ ലിസ്റ്റിൻ്റെ. അപ്പോൾ ഇത് എപ്പോഴാണ് നമുക്ക് കിട്ടുക, ഇത് എപ്പോഴാണോ ലിസ്റ്റ് ആവുന്നത്, അതായത് ഏപ്രിൽ 16 കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ഹോൾഡേഴ്സ് ഓഫ് 10+ പൗസ് വൗച്ചർ. അപ്പം നമുക്കിവിടെ ചെയ്യേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് പറഞ്ഞാൽ, 10+ പൗസ് വൗച്ചർ നമ്മൾ മേടിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ ഒരു ഡയമണ്ട് ബോണസ് എന്ന് പറഞ്ഞിട്ടുള്ള പൗസിൻ്റെ ഈ ഒരു അലോക്കേഷനിലേക്ക് നമ്മൾ എലിജിബിൾ ആവുള്ളൂ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു 10+ പൗസ് വൗച്ചേഴ്സ് എവിടെ നിന്നാണ് നമ്മൾ വാങ്ങുക എന്നുള്ളൊരു കാര്യം. അത് ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം, കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് അവരുടെ വെബ് പേജിലേക്കാണ് പോകുന്നത്. ഈ ഒരു വെബ് പേജിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്കിവിടെ ഹോം ഉണ്ട്, സൊലാന OG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലോക്കേഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ TG ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലോക്കേഷൻ ഉണ്ട്. ഈ ഒരു ടെലിഗ്രാം ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഭാഗത്തിലാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, നമ്മുടെ ഈ ഒരു എത്രത്തോളം ആക്റ്റീവ് ആയതിൻ്റെയൊക്കെ ടോക്കൺ നമ്മൾ ഇവിടെ കിടക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് വിഡ്രോ ചെയ്തിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതുവരെ സ്റ്റെപ്പ് ചെയ്തിട്ട് ഈ ഒരു ബിറ്റ്ഗെറ്റിലേക്കോ ഇല്ലെങ്കിൽ ബൈബിറ്റിലേക്കോ എക്സ്ചേഞ്ച് ചെയ്ത് ഇതൊരു വിഡ്രോ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്ത് കൊടുക്കണ്ട, ഒരു ഗ്യാസ് ഫീയും കൊടുക്കണ്ട, ഒരു സൊലാനിയും കൊടുക്കണ്ട, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. ആസ് എ ബിഗിനറിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആൾറെഡി തന്നെ ബിറ്റ്ഗെറ്റിൽ KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ അതിലേക്കാണ് വിഡ്രോ ചെയ്തതെങ്കിൽ അവരുടെ ഫീ എന്ന് പറയുന്നത് 3%, അതിനേക്കാളും ഏറെ ആയിട്ടുള്ളൊരു ഫീസ് ഇല്ലെങ്കിൽ കുറച്ച് ടോക്കൺസ് ഒക്കെ അവരോട് പിടിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇനിയൊരു സൊലാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഓൺ ചെയിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൺ ചെയിൻ പറഞ്ഞ എന്താണ്, ഓഫ് ചെയിൻ പറഞ്ഞ എന്താണ് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓൺ ചെയിൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഏതൊരു നെറ്റ്വർക്കിലാണോ ഈ ഒരു ടോക്കൺ വരുന്നത്, ആ ഒരു നെറ്റ്വർക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരു വാലറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതായാലും അവിടെ അയച്ചു കൊടുത്തത് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വാപ്പ് ചെയ്യാനും ആക്കാനും എല്ലാ രീതിയിലും പറ്റും. ഓഫ് ചെയിൻ എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ചുകളാണ്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബിറ്റ്ഗെറ്റ്, ബൈനാൻസ്, ബൈബിറ്റ് അങ്ങനെയുള്ള എക്സ്ചേഞ്ചുകളിൽ നിങ്ങൾ KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫീ ഇല്ലാതെ അവിടെ നിന്ന് ചെയ്യാം. അതിനെയാണ് ഓഫ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് ചെയിന് ഫീ ഇല്ല, ഓൺ ചെയിന് നമുക്ക് ഫീ ഉണ്ട്. അപ്പോൾ ഈ ഓൺ ചെയിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ലിസ്റ്റ് ആവുന്നതിനേക്കാളും 1 മണിക്കൂർ ഇല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പായിരിക്കും അവരത് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഒരു ഫാൻറ്റം വാലറ്റിൽ നിങ്ങൾ ഇവിടെ ഒരു വാലറ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. ആ ഒരു ഫാൻറ്റം വാലറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് സൊലാന എവിടെ നിന്നെങ്കിലും മേടിച്ച് അവിടെ കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ സൊലാന നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ, സോൾഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാലറ്റിൽ നമുക്ക് ഈസി ആയിട്ട് സൊലാന വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. 100 രൂപയൊക്കെയാണ് മിനിമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ നമുക്ക് ഇവിടെ ഉള്ളത്. ഈ ഒരു 100 രൂപേൻ്റെ ഈ ഒരു സോളൊക്കെ മതിയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും 100 രൂപേൻ്റെ സോൾ
കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാനുള്ളത് മതി. നമ്മൾ വലിയ അത്രത്തോളം ടോക്കൺസ് ഒന്നും അല്ലല്ലോ നമ്മൾ ക്ലെയിം ചെയ്ത്, സാധാരണക്കാരായ ആൾക്കാർക്കുള്ള ഒരു അലോക്കേഷനാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഒരു $1 താഴെയുള്ള ഇല്ലെങ്കിൽ ഒരു $1 മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ എന്ത് ഓപ്പൺ ആവും, നിങ്ങൾക്ക് എല്ലാവർക്കും പൗസ് ഓൺ ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അവിടെ ചെറിയൊരു ഫീസ് കൊടുക്കേണ്ടി വരും. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫാൻറ്റം വാലറ്റിലേക്കായിരിക്കും പോവുക. ഫാൻറ്റം വാലറ്റിൽ നിങ്ങൾ അത് മാറ്റി വയ്ക്കുക. എല്ലാണ്ടും നിങ്ങൾക്ക് സോൾ ഫാൻറ്റം വാലറ്റിലേക്ക് മേടിക്കാൻ ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മേടിച്ച് വെക്കാനും അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഈ ഒരു വൗച്ചേഴ്സ് എവിടെ നിന്നാണ് വാങ്ങുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ട്രേഡ് വൗച്ചർ എന്നുണ്ട്, മിൻറ്റ് ഈസ് ഓവർ എന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ മിൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇനി നമ്മൾ വേറെ ഒരാളുടെ ഇത് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് നമുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു 10 വൗച്ചർ എന്ന് പറയുമ്പോൾ ഡയമണ്ട് ബോണസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഒക്കെ എന്തായാലും എന്താണ് ആൾക്കാർ കൂട്ടിയിട്ട് വിടുകയുള്ളൂ. അതെന്തായാലും നമുക്ക് അതിന് എത്രത്തോളം വാല്യൂ ആണ് വരുന്നത് എന്ന് നോക്കിയിട്ട് 10 വൗച്ചർ പ്ലസ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 10 വൗച്ചർ വാങ്ങാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഇന്ത്യൻ മണി മുടക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ എന്ത് തരാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു വൗച്ചേഴ്സും ഇല്ലെങ്കിൽ NFT ഒക്കെ കിടക്കുന്നത് മാജിക് കീതൺ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പൊട്ടൻഷ്യലുള്ള ഒരു കമ്പനിയിലാണ്, ഇല്ലെങ്കിൽ അവൻ്റെ ഒരു വെബ്സൈറ്റിലാണ്. അപ്പോൾ അവൻ്റെയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് വെയർ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ 0.114 സോളാണ് നമുക്കിപ്പോൾ ഏറ്റവും മിനിമം ആയിട്ട് കിടക്കുന്ന ഈ ഒരു 300K ടോക്കൺസ് ഇല്ലെങ്കിൽ ഒരു പോയിൻറ്റ്സ് ഇവിടെ കിടക്കുന്ന ഈ ഒരു NFT ഉള്ളത്. അപ്പോൾ ഈ ഒരു 0.114 സോൾ എന്ന് പറയുന്നത് എത്രത്തോളം എന്താണ് ഇന്ത്യൻ മണിയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇനി അടുത്ത് നോക്കേണ്ടത്. ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, സോൾ ടു INR കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ ഗൂഗിളിലേക്ക് വന്നിട്ടുണ്ട്, സോൾ ടു INR. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് 0.14 ഇല്ലെങ്കിൽ 114 ആണോ 14 ആണോ ഒന്നും കൂടി ചെക്ക് ചെയ്യട്ടെ. ഓക്കെ 114. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നും കൂടി മാറ്റിയിട്ട് ഈ 4 മാറ്റിയിട്ട് അവിടെ 1 അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 0.114 എന്ന് പറയുന്നത് നമുക്ക് എത്ര വാല്യൂ ആണ് ഇന്ത്യൻ മണിയാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ 1149 രൂപയാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം, 1149 ഇൻറ്റു 10 പ്ലസ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു 11 വേണം. അപ്പോൾ ഞാൻ ഇവിടെ കാൽക്കുലേറ്റർ എടുക്കുന്നുണ്ട്. കാൽക്കുലേറ്റർ എടുത്തിട്ട് 1149 ഇൻറ്റു 11 അടിക്കുമ്പോൾ നമുക്ക് 12,700 രൂപൻ്റെ വൗച്ചേഴ്സ് ഇല്ലെങ്കിൽ ഒരു NFT ഒക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ എന്താവുള്ളൂ ഈ ഒരു ഡയമണ്ട് ബോണസ് എന്നില്ലെങ്കിൽ അവൻ്റെ ഒരു ഡയമണ്ട് ബോണസ് ആയിട്ടുള്ള ഒരു പൗസിൻ്റെ അലോക്കേഷനിലേക്ക് നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ വേണോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇത് വേണം എന്ന് പറയില്ല. ഒരുപാട് പൈസ ഉള്ളവർക്കൊക്കെ ചെയ്യാം, മേ ബി അവരൊക്കെ എലിജിബിൾ ആവാം. ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ഈ ഇത്ര 1,700 രൂപ കൊടുത്ത് മേടിച്ചിട്ട് അത് വിൽക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ വാല്യൂ ഒക്കെ നല്ല രീതിയിൽ തന്നെ കുറയും. അപ്പോൾ നമ്മൾ വിൽക്കാൻ പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ചതിൻ്റെ ഡബിളും കിട്ടില്ല, ട്രിപ്പിളും കിട്ടില്ല, മേ ബി ഇതിൻ്റെ പാതി പോലും നമുക്ക് എന്തായി കിട്ടില്ല, പ്രോഫിറ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് റീസെൻ്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു ബോണസ് നിങ്ങൾക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി ഞാൻ അടുത്ത് ഇവിടെ പറയാൻ പോകുന്നത് AIX എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുള്ള വാലറ്റിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളാണ്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു AIX വാലറ്റ്സിൽ ഈ ഒരു ETH എന്ന് പറയുന്നുള്ള ഈ ടോക്കൺസ് ഇല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കും നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു എന്ന് പറഞ്ഞാൽ അത് ഫുള്ള് ബേൺ ആയി പോവോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ AIX വാലറ്റ് എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ് ആണ്. നമുക്കിവിടെ കാണാൻ പറ്റും AIX വാലറ്റ്സ് എയിം ടു ബിൽഡ് എ ഡീസെൻട്രലൈസ് ആൻഡ് ഇൻ്റലിജൻറ്റ് ഡിജിറ്റൽ അസറ്റ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം ബൈ കമ്പൈനിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഈ ഡീസെൻട്രലൈസ് പറഞ്ഞാൽ എന്താണ്, നമുക്കിപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് ഈ ഒരു വാലറ്റിൽ ഈ ഒരു 2 നെറ്റ്വർക്കാണ് ഇപ്പോൾ എനേബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വാലറ്റ് ഇവൻ്റെ ഒരു കീ ഫ്രേസസ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ പ്രൈവറ്റ് കീസ് ആയിക്കോട്ടെ അതെടുത്തിട്ട് നമുക്ക് ട്രസ്റ്റ് വാലറ്റിലേക്കോ ഇല്ലെങ്കിൽ മെറ്റാമാസ്കിലേക്കോ നമുക്ക് ആ ഒരു ഇത് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഏതെങ്കിലും നെറ്റ്വർക്ക് മാറ്റി അയച്ച ടോക്കൺസ് ആണെങ്കിൽ ഇല്ലെങ്കിൽ ആ ടോക്കൺസ് ഒക്കെ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഞാൻ എന്തായാലും എൻ്റെ AIX വാലറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആൾറെഡി തന്നെ നമുക്ക് കുറേ റെഫറൽ കിടക്കുന്നുണ്ട്. ഇതിലും ഏറ്റവും ഒരു എയർ ഡ്രോപ്പിനുപരി ഇതിലൊരു ബേണിംഗ് മെക്കാനിസമാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഡെയിലി പ്രോഫിറ്റും നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രോഫിറ്റും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം,
എന്നെക്കാളും ഞാൻ പറയുന്നതിനേക്കാളും 100 പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം ഇതിൽ ഓരോന്നിലും കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് AI ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 3 ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ ഈ ഒരു 3 ഓപ്പർച്യൂണിറ്റി തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. USDT കിടക്കുന്നുണ്ട്, BNP കിടക്കുന്നുണ്ട്, TRX കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അതിന് എത്രത്തോളം പെർസെൻറ്റേജ് മന്ത്ലി ഇൻകം ആണ് 23.76, അതേപോലെ തന്നെ 19 to 21%, 20.90 അപ്രോക്സിമേറ്റ്ലി ടു 23% ഒക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു മന്ത്ലി ഇൻകം എന്ത് കിടക്കുന്നത് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എത്ര ആൾക്കാരെ നിങ്ങൾ റെഫർ ചെയ്യുന്നു അത്രത്തോളം ആൾക്കാർ നിങ്ങൾക്ക് ആ ഒരു ടീമൊക്കെ ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് നമുക്കിപ്പോൾ റീസെൻ്റ്ലി എടുത്തു എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊജക്റ്റുകൾ എടുക്കുന്നുണ്ടല്ലോ, പൈസ ഇട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ നമുക്ക് ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള ടോക്കൺസ് ഒക്കെ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വാലറ്റ് ഇവിടെ മാത്രം ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യമാണോ? ഒരിക്കലും അല്ല. അത് ഡീസെൻട്രലൈസ് ആയത് കാരണം നമുക്ക് ട്രസ്റ്റ് വാലറ്റിലേക്കും ഈ ഒരു വാലറ്റിൽ മാറ്റാം. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ആദ്യമായിട്ട് കയറുന്ന ആൾക്കാരാണെങ്കിൽ കയറിയിട്ട് ഞാൻ എൻ്റെ ഈ ഒരു കോഡ് ഞാൻ എന്ത് ചെയ്യാം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. ഈ ഒരു കോഡ് എടുത്തിട്ട് നിങ്ങൾ നേരെ സെറ്റിങ്സിലേക്ക് വരിക. സെറ്റിങ്സിലേക്ക് വന്നിട്ട് ഇവിടെ ഇൻവൈറ്റ് ബൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കിടക്കുന്നുണ്ടാവും. ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ബൗണ്ട് ചെയ്ത് വെക്കുക. ബൗണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് $1000 വർത്തുള്ള ഇല്ലെങ്കിൽ ഒരു $100 വർത്തുള്ള ഈ കുറച്ച് AXൻ്റെ ടോക്കൺസ് നിങ്ങൾക്ക് കിട്ടും. ഇത് നമുക്ക് ഫ്യൂച്ചറിൽ എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടാം, ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ബേണിംഗ് സിസ്റ്റം ആയിട്ട് കിട്ടാം. അങ്ങനെയുള്ള പല ഫ്യൂച്ചറിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ ക്വാണ്ടം വാലറ്റ് എടുത്ത് നോക്കിയാലും അതിന് എക്സാമ്പിളായിട്ട് പറയാം. നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രൊജക്റ്റിലും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കയറണം. ഞാൻ ഇനി ഇവിടെ അടുത്ത് കാണിച്ചു തരാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് ട്രസ്റ്റ് വാലറ്റിലേക്കോ ഇല്ലെങ്കിൽ മെറ്റാമാസ്കിലേക്കോ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെഷനിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ബാക്കപ്പ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ഒരു 6 ഡിജിറ്റ് സെക്യൂരിറ്റി കോഡ് ഞാൻ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കീ ഫ്രേസസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ടു കോപ്പി കൊടുക്കുക. അപ്പോൾ ഇത് എന്തായാലും ഡീസെൻട്രലൈസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഡീസെൻട്രലൈസ് ആയപ്പോൾ നമുക്കിത് ട്രസ്റ്റ് വാലറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ഈസിയാണ്. ഞാൻ അതും കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് ഓരോ വാലറ്റും ഇത് ഇമ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ നെറ്റ്വർക്ക് അല്ലാതെ തന്നെ വേറെ ഏതൊരു നെറ്റ്വർക്ക് വന്നാലും നമുക്കിങ്ങനെ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് ബേൺ ആവാതെ തന്നെ ആ ഒരു ഫണ്ട് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വാലറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഈ വാലറ്റിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് ആഡ് എക്സിറ്റിംഗ് വാലറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ സീഡ് ഫ്രേസ് ഉണ്ട്, പ്രൈവറ്റ് കീസ് ഉണ്ട്. നമ്മൾ ഇവിടെ എന്താണ് എടുത്തത്, സീഡ് ഫ്രേസ് ആണ് എടുത്തത്. നേരെ ആ സീഡ് ഫ്രേസ് എടുക്കുക, എന്നിട്ട് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓക്കെ കൊടുക്കുക. ഞാൻ ആൾറെഡി വാലറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മൾട്ടി കോയിൻ വാലറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആ കീ ഫ്രേസസ് ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് ചെയ്തിട്ട് നേരെ റീസ്റ്റോർ വാലറ്റ് എന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ വാലറ്റ് നമുക്ക് എന്തായി കിട്ടും, നമുക്കിവിടെ ഇമ്പോർട്ടായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഫണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ മാനേജ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ടോക്കൺസ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ കോയിൻസ് ആണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ BTC ആഡ് ചെയ്തു, BNP ആഡ് ചെയ്തു, TRX ആഡ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്താണ് ഫണ്ട് കാണാനും ആക്കാനുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനും പറ്റും. അപ്പോൾ ഈ കാര്യമാണ് ഞാൻ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ വന്നത്. ഇതിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവോ, ഇതിൽ അയച്ചു എന്ന് പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോവോ, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ ഡൗട്ട് എന്തായാലും മാറാം. നമുക്ക് ഇങ്ങനെ റിട്രീവ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു AI ട്രേഡിങ്ങിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇതിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇത് തിരിച്ച് അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിലെ കാര്യങ്ങളൊക്കെ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, 100 പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പൗസിൽ എങ്ങനെയാണ് ഡയമണ്ട് ബോണസിലേക്ക് എലിജിബിൾ ആവുക, അതേപോലെ തന്നെ അടുത്തത് ഈ ഒരു AX വാലറ്റിനെയും. അപ്പോൾ ഇതുവരെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറണം. ടെലിഗ്രാം ചാനലിൽ കയറിയാൽ മാത്രമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ഡേറ്റുകൾ കിട്ടുള്ളൂ. ഇങ്ങനെ വീഡിയോ വലുതാവുമ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ പറയുന്നുണ്ട്. എൻ്റെ ഇടയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും മേ ബി ഇൻഫർമേഷൻ ആയിട്ട് മാറാം. നമ്മൾ പ്രിപ്പയർ ചെയ്ത് പറയുമ്പോൾ ഇന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുള്ളൂ. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അപ്പം മനസ്സിലാവുന്ന കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ വീഡിയോയിൽ ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ പേ ഒക്കെ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലൊക്കെ കുറേ പേർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും, ക്യാഷ് ഫ്രീ എന്നൊക്കെ പൈസ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇനി ഫ്യൂച്ചറിലും അങ്ങനെ കിട്ടട്ടെ. നമ്മുടെ ചാനലിൽ ഒരുപാട് ലൂട്ട്സൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ലൂട്ട്സിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വല്ല പൈസ കൊടുക്കണോ, തീർച്ചയായിട്ടും ഒരു പൈസയും കൊടുക്കണ്ട. നമുക്കിപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഈ ഒരു അപ്സ്റ്റോക്സിൻ്റെ 150 രൂപ
എനിക്ക് റെഫർ ചെയ്യുമ്പോൾ 150 രൂപയാണ് കിട്ടുക, നിങ്ങൾക്ക് 200 രൂപയാണ് കിട്ടുക. അപ്പോൾ എന്തായാലും 50 രൂപ കമ്മിയായാലും എനിക്ക് അത് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 100 രൂപ, 25 രൂപ, 60 രൂപ, 100 രൂപ അങ്ങനെയുള്ള പല ലൂട്ടുകൾ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ എല്ലാവർക്കും ഏപ്രിൽ 16-ാം തീയതി പൗസിൻ്റെ കുറേ പ്രൈസോടെയും റിവാർഡ് വഴിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോ വഴി കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.